ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇത്രയും ബഹുമാനപ്പെട്ട മാലിയിലച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ഈ സ്കീബുസായുടെ വെള്ളിയാഴ്ച ഈ ശുശ്രൂഷകളിൽ നാം സംബന്ധിക്കുമ്പോൾ എന്താണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ സന്ദേശം? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രോസ്? The message of cross is God's love for us brought Christ to give everything for us. So our response shall be to love God and give everything for Him. നമ്മൾ പീഡാനുഭവത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. We are entering the climax of the Passion Week. Passion എന്നുള്ള വാക്ക് നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. പാഷൻ എന്നുള്ളതായ വാക്ക് പാസിയോ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്. It derived from a Latin word passio, which means to suffer or to endure, or suffering or enduring. Holy Week, the Passion of Christ, of the event of what is familiar, known as Passion Week or Holy Week. Passion of the Christ or Passion Week traditionally referred to the suffering and that Jesus endured for us. But today, on this great Friday of Passion, I want to look at the Passion of Christ, not in just terms of His suffering, but why He endured that suffering. Because of the passion He had for us. He went to the cross because He loved us. We know God is love. That is His character. His love is not a quality that He possesses. Rather, it is the essence of God, or who He is. The whole different quality of love that we are known as humans. നമുക്കറിയാം, സ്നേഹത്തിന് പല പല പര്യായങ്ങളുണ്ട്. The early church used a different word which we are familiar, agape. Agape സ്നേഹം എന്ന് പറയുന്നത് ഒരുവന് വേണ്ടി തന്റെ ജീവനെ തന്നെ നൽകുന്നതാണ്. നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കും, അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നവർക്ക് നാം ഉപകാരം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും. അതല്ല, അല്ലെങ്കിൽ ഈറോസ് ഓർ ഫീലിയോ എന്ന് പറയുന്ന സ്നേഹമല്ല അഗാപ്പെ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സാക്രിഫിഷ്യൽ ലവ് എന്നുള്ളതാണ്. ഇവിടെ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ, സാക്രിഫിഷ്യൽ, ഹൈയസ്റ്റ് ഫോം ഓഫ് love. Give His own life, and because He loves us, the unlovely and the unworthy, അയോഗ്യരായവരെ, സ്നേഹിക്കാൻ അറിയില്ലാത്തവരെ എല്ലാവരെയും സ്നേഹിച്ചവൻ, എല്ലാവർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞവനായ ക്രിസ്തു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6,
ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. For when we were yet without strength, in due time Christ died for the ungodly. എന്നാൽ ചില വേദപുസ്തകത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം, അത് നിങ്ങൾ മലയാളം ബൈബിള് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ വേദഭാഗം നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് അഭക്തരെന്നല്ല, ദുഷ്ടർക്ക് വേണ്ടി എന്നാണ്. കന്യാമറമ്പലച്ചന്റെ രചയിത വിവർത്തനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്ടർക്ക് വേണ്ടി എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദുഷ്ടന്മാരും പാപികളും ആയിരിക്കുമ്പോൾ തന്നെ താൻ തന്റെ ജീവനെ ദൈവിക നീതിക്ക് തക്ക ശിക്ഷ ഏറ്റുവാങ്ങി ത്യജിച്ചു എന്നുള്ളതാണ്. That is the perfect love. That is the agape love. ഈ നിർമ്മയാജ്യമായ സ്നേഹമാകുന്നു അത്. നമുക്ക് ചിലരോട് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഇഷ്ടം തോന്നാം, എന്നാൽ അതുപോലെ തന്നെ ഇഷ്ടക്കുറവും ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നാം. പക്ഷേ പലപ്പോഴും ഗ്രാജുവലിയാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സാധാരണ ഒരാളെ വെറുക്കുന്നതും. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവുമായ മെശിഹാ തമ്പുരാൻ വലിപ്പ ചെറുപ്പമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനോ എന്നോ ഇല്ലാതെ, ദുഷ്ടനോ ശിഷ്ടനെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെ അത്യധികം സ്നേഹിച്ചു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ തന്നെ നൽകി നമ്മളെ വീണ്ടെടുത്തു. John 3:16, for God loves this world so much that he gave his only begotten son. ആ തരത്തിലുള്ളതായ ആ സ്നേഹമാണ്. അതായത് നമ്മൾ പകരം നമുക്ക് എന്ത് നൽകുവാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്, വളരെ ഈണത്തിലും മെലോഡിയസ് ആയിട്ട്, പകരം ഞാൻ എന്ത് നൽകിയിട്ടു എന്നൊക്കെ പാടും. പക്ഷെ ഈ പാടുന്നതല്ലാതെ നമ്മൾ എന്താണ് കൊടുക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് ചിന്തിക്കുക. അതിമനോഹരമാണ് ആ പാട്ടൊക്കെ. പകരം ഞാൻ എന്ത് നൽകേണ്ടു? ക്രിസ്തുവിന്റെ ആ അംഗപ്പാടുകള്, അവന്റെ കരുണ, അവന്റെ കൃപ, ഇതെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പാടും. പകരം ഞാൻ എന്ത് നൽകേണ്ടു? നമ്മൾ എന്താ നൽകാറുള്ളത്? സ്വയം ചിന്തിക്കുക. ഒരിക്കല് ഒരു ധനവാൻ, എ റിച്ച് മാൻ, died and he met Savior at the early gates. സ്വർഗീയ കവാടത്തിന്റെ അടുക്കൽ പത്രോസിനെ കണ്ടു. പത്രോസ് ഈ ധനവാനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി അതിമനോഹരമായ സ്വർഗത്തെ കാണിച്ചു കൊടുത്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകള്, റോഡുകള്, പൂന്തോട്ടങ്ങള്, such a beautiful structures he showed all around. Took a while and finally he took him to a narrow road and to a shattered torn down building, and there he showed a hut. ഒരു ചെറിയ ഹട്ട് കാണിച്ചു, ഒരു ചെറിയ കുടില് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിനക്ക് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവൻ വളരെ അപ്സെറ്റ് ആയി. ഇത്രയും അതിമനോഹരമായതെല്ലാം എന്നെ കാണിച്ചു തന്നതിന് ശേഷം ഇവിടെ കൊണ്ടുപോയി ഇവനെ ഇതാണ് നീ ഇനി പോലെ താമസിക്കുന്ന സ്ഥലം എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ചോദിച്ചു, പിതാവ് പത്രോസ് ഇതെന്താ ഇങ്ങനെ? അപ്പൊ പത്രോസ് പറഞ്ഞു, ഇത്രയെങ്കിലും ഞാൻ നിനക്ക് നൽകിയല്ലോ. നിനക്ക് ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവം നൽകിയതായ ദാനങ്ങളായ സമ്പത്ത് മുഴുവൻ ഉണ്ടായിട്ടും നീ എത്ര പേർക്ക് എന്ത് കൊടുത്തു? നീ എത്ര ദേവാലയത്തിന് കൊടുത്തു? എത്ര പ്രയാസപ്പെടുന്നവരെ നീ സഹായിച്ചു? പ്രിയമുള്ളവരെ, ഇതൊരു സ്റ്റോറിയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നതായ ഒരു സംഗതിയുണ്ട്. ഏറെ അനുഗ്രഹീതരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ നമ്മൾ എന്താണ് നമുക്കുള്ളതിൽ നിന്ന് നൽകുന്നത്? അത് സന്തോഷത്തോടെ നൽകാൻ നമ്മൾ എന്തൊക്കെ നമ്മൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. Are we ready to give what God gave us to in a joyful manner? സന്തോഷത്തോടെ കൊടുക്കുവാൻ നമ്മൾ എത്രമാത്രം തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. We ought to love and praise God before anything else and love each other. Love one another as I have loved you.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് ക്രിസ്തുവിന്റെ കൽപ്പന. സങ്കീർത്തനത്തിൽ 136 അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹിസ് ലവ് endures forever. അവന്റെ ദയ എന്നേക്കും, അവന്റെ സ്നേഹം എന്നേക്കും ഉള്ളത് എന്നുള്ളതാണ്. 1 പത്രോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സെയിന്റ് പീറ്റർ വേഴ്സ് 4-8 പറയുന്നത്, be fervent in love. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5 അധ്യായം 6 വാക്യത്തിൽ പറയുന്നുണ്ട്, faith working through love. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്നെ കുറിച്ച് പറയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, വിശ്വാസ കണ്ണിലൂടെ ആ ദിവ്യ സ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. നമ്മുടെ ധ്യാനചിന്തയിലൂടെ നമുക്ക് കാൽവരി മലയിലേക്ക് ചെന്നെത്താം. Let us go and let us focus on the Mount Calvary, where our Lord Jesus Christ was crucified for us. കർത്താവായ യേശു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് 7 പ്രാവശ്യം തിരുവായി ഒഴിഞ്ഞു. There was 7 saying on the cross. അതിലേറ്റവും പലതൊക്കെ നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. ഇന്ന് മുന്നമേ പ്രസംഗിച്ചപ്പോഴത്തേക്കും അതിൽ ചിലതൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിലും ഏവങ്കേലിയോയിലും ഒക്കെ ഇന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, if you pay attention, that you can hear what Jesus said during that heinous crucifixion. അതിദാരുണമായ ക്രൂശുമരണത്തിൽ ആ കർത്താവ് കടന്നുപോയതിനെ കുറിച്ച് നാം ധ്യാന ചിന്തയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെയും ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ 7 ഏറ്റവും ആദ്യം കർത്താവ് പറഞ്ഞത്, തിരുവായി മൊഴിഞ്ഞത്, the first one Jesus said on the cross was from Saint Luke chapter 23 verses 34. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കുക. ചമ്മട്ടി കൊണ്ട് അടിയേറ്റ് ഭാരമേറിയ കുരിശു ചുമന്ന് തലയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ട ആ 2 കള്ളന്മാരോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തു ആ അനുഭവിച്ച പ്രാണവേദന നമുക്ക് ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം. ആ ക്രിസ്തുവിനെ ധ്യാന ചിന്തയിലൂടെ നമുക്ക് ഒന്ന് കാണുവാൻ ശ്രമിക്കാം. The first one Jesus said on the cross, Lord, forgive them for they not know what they are doing. പ്രിയമുള്ളവരെ, യെരൂശലേം നഗരത്തിന് വെളിയിൽ ആ കുന്നിൻ മുകളിൽ നമുക്ക് നമ്മുടെ ചിന്ത അങ്ങോട്ട് വായിക്കാം. Let us focus on that Mount Calvary. നമ്മുടെ മനസ്സുകളെ, ചിന്തകളെ അങ്ങോട്ട് നയിക്കാമെന്നുള്ളതാണ്. ആ കുന്നിൻ മുകൾ ശാപത്തിന്റെയും അതുപോലെ അനുഗ്രഹത്തിന്റെയും സ്ഥലമാകുന്നുവല്ലോ. രക്ഷകനായ യേശുവിന്റെ മേൽ ശാപവും തന്മൂലം നമ്മളുടെ മേൽ അനുഗ്രഹവും ചൊരിഞ്ഞു തന്നതായ ആ സ്ഥലമാകുന്നു അത്. നാം അവിടെ നിൽക്കുമ്പോൾ പാപത്തിൻ്റെതായ ഭയാനകമായ ഭവിഷ്യത്ത് ദർശിക്കുന്നു. ഒപ്പം ദിവ്യ സ്നേഹത്തിൻ്റെതായ അത്ഭുതകരമായ ഒരു പ്രവാഹവും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. കാൽവരി ഒരു ബലിപീഠമാണ്, അതേസമയം അതൊരു പ്രസംഗപീഠവുമാണ്. ആ ക്രൂശിന്റെ ചുവട്ടിൽ നാം സമ്മേളിക്കുകയാണ്. Let us gather at the epicenter of Mount Golgotha. Crucifixion was the most heinous, most painful and most humiliating death one can imagine. ആ ക്രൂശീകരണം ഏറ്റവും ദാരുണവും അതിക്രൂരവുമായ ശിക്ഷയായിരുന്നു. അതിവേദനയും യാതനയും അനുഭവിക്കുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു അത്. ശിക്ഷയുടെ ക്രമമായിരുന്നു അത്. എ പെയിൻഫുൾ സ്ലോ ഡെത്ത്. ഒരു റോമൻ സോൾജിയർ, റോമൻ റൈറ്റർ, ചരിത്രകാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്രൂശിൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തില്
ചില വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവര് ഈ പ്രാകൃതമായ രീതിയിലാണ് അവര്, അല്ലെങ്കിൽ ഈ പ്രാകൃതമായ ശിക്ഷയാണ് അവർക്ക് നൽകിയിരുന്നത്. ഒരു ചരിത്രകാരൻ എഴുതിയിരിക്കുകയാണ്, ആ ക്രൂശിക്കപ്പെടുന്നവര് അവര് കടന്നു പോകുന്നതായ അതിവേദനയില്, ആ വേദനയുടേതായ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 കരങ്ങള് വലിയ ആണികളിൽ തറച്ച് തൂങ്ങിക്കിടക്കുന്നു. ഭൂമിക്ക് മുകളില്, സ്വർഗത്തിനും ആകാശത്തിനും ഭൂമിക്കും ഇടയിലായിട്ട് അവരുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഈ തൂങ്ങിക്കിടന്നുകൊണ്ട് കാലിലും കൈകളിലും ആണി അടിച്ചുകൊണ്ട് അത് മരണവേദന അനുഭവിച്ച് അതൊരു സ്ലോ പെയിൻഫുൾ ഡെത്താണ്. അപ്പൊ അങ്ങനെയുള്ളതായ സമയത്ത് ആ അതിവേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്രൂശിക്കപ്പെടുന്നവര് തങ്ങളെയും തങ്ങളുടെ മാതാപിതാക്കളെയും തങ്ങൾക്ക് ചുറ്റുമുള്ള സകലരെയും അവർ ഭയങ്കരമായിട്ട് ശപിക്കുകയും പുലഭ്യം പറയുകയൊക്കെ ചെയ്യുക പതിവായിരുന്നു. നമ്മൾ ഓർത്ത് നോക്കണം ആ ഒരു അവസ്ഥ. അതിവേദനയുടേതായ അവസരത്തില് അവര് മരണത്തോട് മല്ലടിക്കുമ്പോൾ അവരെ ക്രൂശിച്ചവരെയും അവരുടെ ജന്മത്തെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം ശപിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ അവർ സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതായ അവസരത്തില് ഈ സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പടയാളികൾ പലരുടെയും നാക്ക് മുറിച്ചു കളയുമായിരുന്നു. Because they cursing everyone around, the soldiers cut the tongues off. അപ്പോൾ അത് എന്തുമാത്രം ഭീതിജനകമായ ഒരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ പടയാളികൾ പോലും വിചാരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ കർത്താവും ഇവരെ ശപിക്കുമെന്നുള്ളതാണ്, ഇവരെ കുറിച്ച് ഭള്ളു പറയുമെന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്, കർത്താവിന്റെ ആദ്യം വായിൽ നിന്ന് തിരുവായി പൊഴിഞ്ഞത് എന്താണ്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, നമ്മള് മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നത്? നമ്മളുടെ വൈരാഗ്യം എത്ര കാലത്തോളം നിലനിൽക്കും? ചില സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും, എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യരെ പോലും ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആ നന്മകളെല്ലാം മറന്നിട്ട് നാം അവരെ കുറിച്ച് മോശം പറയും. ഇനി ഒന്നും തിന്മ ചെയ്തില്ലെങ്കിൽ പോലും ചില മനുഷ്യരെങ്ങനെയാണ്, അവർ നല്ലത് പറയുകയില്ല. നിങ്ങൾക്കൊക്കെ ഇത് അനുഭവമുള്ളതാണ്. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു വന്നാൽ പോലും സത്യ ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള ഔത്സുക്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ നാം ദർശിക്കേണ്ടത് ആ ക്രൂശന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് നമ്മുടെ രക്ഷിതാവുമായവൻ പറയുകയാണ്, അതിവേദനയുടെ പാരമ്യത്തിലും പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ഇതാണ് യേശു ക്രിസ്തു കുരിശിൽ നിന്ന് അരുളി ചെയ്ത ആദ്യത്തെ വാക്കുകൾ, അതിവേദനയിൽ പറഞ്ഞതായ വാക്കുകൾ. മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനയായിരുന്നു അത്. ആ പ്രാർത്ഥന ലോക ചരിത്രത്തിൽ അനവധി ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും അത് സ്പർശിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. നമ്മൾ ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും കൊണ്ടുപോകുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയാം. ആ അതിവേദനയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളാണോ നാം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അനേക കഠിന ഹൃദയങ്ങളെ പാപക്ഷമ അനുഭവിക്കുവാൻ പ്രാപ്തരാക്കിയ, കരളലിയിക്കുന്നതായ, ഹൃദയത്തെ മതിക്കുന്നതായ ഒരു പ്രാർത്ഥനയായിരുന്നത്, മാനസാന്തരപ്പെടുത്തുന്ന ആ ഒരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ മുന്നവേ പറഞ്ഞിട്ടുള്ളതാണ്, പ്രവാചകന്മാര് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവൻ, വഴിയായി വന്ന ക്രിസ്തു, അവന് ശേഷം വന്നവരെല്ലാം പറയുന്നത് എന്താണ്? മാനസാന്തരം, ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അത് നമ്മളിലേക്ക് എത്രമാത്രം സാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കല് ഒരു prisoner, he was committed heinous crime, that he was sentenced to jail. അവൻ ചെയ്ത ക്രൂരമായ
കൃത്യങ്ങൾക്ക് അവൻ തക്ക ശിക്ഷ ലഭിച്ചവൻ പ്രിസണിലായിരുന്ന സമയത്ത് ഒരിക്കല് ഒരു പാസ്റ്റർ വിസിറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഒരു വേദപുസ്തകം ബൈബിള് നൽകി. അവനത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവന് ദൂരേക്ക് ഒരു ഏറ് കൊടുത്തു. ആ പാസ്റ്റർ അത് കണ്ടു, അദ്ദേഹം നടന്നു നീങ്ങി. അവന്റെ വിരസമായ ആ ദിവസങ്ങളിൽ, കാരണം ഈസ് കൺഫൈൻഡ് ടു എ സെൽ, ഇവൻച്വലി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. അവൻ അങ്ങനെ അത് വായിക്കാൻ തുടങ്ങി. അവൻ ഈ പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തില് നാം ഇപ്പോൾ ധ്യാനിക്കുന്നതായ തിരുവായ്മൊഴി ആദ്യ വചനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അവന്റെ വായന നിന്നു എന്നുള്ളതാണ്. അവൻ അതിലേക്ക് ആ വാക്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായതായ തീവ്രമായ വികാരാനുഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി. വലിയൊരു കൂർത്ത ഇരുമ്പാണി അവന്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയ ഒരു അനുഭവത്തില് അവൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോ ഹൃദയത്തെ കുത്തിമുറിക്കുന്നത് പോലെ അവന് തോന്നി, അവന് അനുഭവപ്പെട്ടു. ആ ദിവ്യ സ്നേഹത്തിന്റെയും ദൈവിക ക്ഷമയുടെയും മാസ്മരികമായ ശക്തി ആ കഠിന ഹൃദയനെ മാനസാന്തരപ്പെടുത്തിലേക്ക് നയിച്ചു എന്നതാണ് പിന്നീടുണ്ടായ സംഭവം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അതിലൂടെ അവനെ അവന്റെ ആത്മരക്ഷയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊറുക്കുവാനാകാതെ മനസ്സിൽ പകയുമായിട്ട് നടക്കുന്ന അനേക ഹൃദയങ്ങളുണ്ട്. അവര് ഈ വേദപുസ്തകത്തിൽ കർത്താവ് തിരുവായ്മൊഴിഞ്ഞതിനെ കുറിച്ചൊന്ന് ധ്യാനിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒരു അർമേനിയൻ ലേഡി, അവിടെ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തില് ഒരു ടർക്കിഷ് സോൾജിയർ ഒരു അർമേനിയൻ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ സഹോദരങ്ങളുണ്ട്, അവളുടെ മാതാപിതാക്കളുണ്ട്. അവര് ഈ സോൾജിയർ അതിക്രൂരമായിട്ട് ഈ മാതാപിതാക്കളെയും ഈ സഹോദരങ്ങളെല്ലാം കൊന്നുകളഞ്ഞു. എന്നിട്ട് ബലാത്കാരേണ, by force, this soldier took this teenage girl and kept her as his wife forcefully. അവളെ by force അവളെ അവന്റെ ഭാര്യയാക്കി തീർത്തു. അവളൊരു വളരെ അതികഠിനമായ ഒരു ജീവിതമാണ് അവൾക്ക് ലഭിച്ചത്. ഒരു കുറെ കഴിഞ്ഞപ്പോൾ അവള് രക്ഷപ്പെട്ട് ഇംഗ്ലീഷ് സോൾജിയേഴ്സിന്റെ ഒരു ക്യാമ്പിലേക്ക് അവള് രക്ഷപ്പെട്ടെത്തി. അവിടെ നിന്നുകൊണ്ട് അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. അവിടെ നിന്നുകൊണ്ട് അവരെല്ലാ സഹായങ്ങളും അവൾക്ക് ചെയ്തു കൊടുത്തു. അവള് പഠിച്ചു, അവള് ഒരു നേഴ്സായിട്ട് തീർന്നു. അതിനുശേഷം അവള് ആർമിയിൽ യുദ്ധത്തിൽ മുറിവേൽക്കുന്നവരെയൊക്കെ ഈ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സായി മാറുകയുണ്ടായി. അതിനുശേഷം അവൾ ആ ശുശ്രൂഷ ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ടർക്കിഷ് പട്ടാളക്കാരൻ ഈ മൃതപ്രായനായി അവൻ ഈ ക്യാമ്പിൽ എത്തപ്പെട്ടു. അവൾക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവൾ അവനെ ശുശ്രൂഷിച്ചു. He was almost about to die. She cared for him, she nursed him, she made him come back to life. അവൾ ചെയ്യാവുന്ന ശുശ്രൂഷകളെല്ലാം നൽകി, നല്ല പരിചരണം നൽകി. അത് കഴിഞ്ഞിട്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് അവൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതായ സമയത്ത് അവളുടെ അടുക്കൽ ചെന്ന് നന്ദി പറഞ്ഞു. ആ സമയത്ത് അവൾ പറഞ്ഞു അവൾ ആരാണെന്നുള്ളത്. അവൻ സ്തബ്ധനായി പോയി. He was shocked. Then he asked her, with what I have done to you and your family, why didn't you kill me എന്നുള്ളതാണ്. അപ്പൊ അവൻ പറയുന്നത്, നീ എന്തുകൊണ്ട് എന്നെ കൊന്നുകളഞ്ഞില്ല എന്ന് ആശ്ചര്യപൂർവ്വം ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? തന്നെ ക്രൂശിൽ തറച്ചു കൊന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കർത്താവിന്റെ ദാസിയാകുന്നു ഞാൻ. എനിക്ക് ഇങ്ങനെയേ
ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ മുസ്ലിം പട്ടാളക്കാരനെ ആ വാക്കുകൾ ആഴത്തിൽ സ്പർശിച്ചു. പിന്നീട് അവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമ്മുടെ കർത്താവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ തുറന്നു വിവരിക്കുന്നുണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ടതിൽ പ്രിയമുണ്ട്. They divided his garments and cast lots to soldiers. Cast lots. Soldiers mocked him, offering sour wine. One of the criminals mocked him, but the other criminal rebuked him. Don't you fear God? അതിനുശേഷം പറഞ്ഞു, Lord, remember me when you come into your kingdom. And he recognized God and value of his life even at the time of his death. നമുക്കറിയാം, ആ ഒരു കള്ളനെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പിതാവേ, നീ രാജ്യത്ത് പ്രാപിക്കുമ്പോൾ പർദീസയിൽ അവനെയും കൂട്ടണമെന്നുള്ളതായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി പറയുന്നു. നമുക്കറിയാം, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നുള്ളതാണ്. ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തിയും പറയേണ്ടത്, എനിക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ അങ്ങയുടെ വകയായി അവിടുത്തെ ഇഷ്ടം ചെയ്ത് എൻ്റെ ജീവിതാന്ത്യം വരെ ജീവിച്ചു കൊള്ളാമെന്നുള്ളതാണ്. The death of Jesus Christ was a supreme sacrifice for all mankind. Good Friday or Great Friday is the Independence Day for the entire humanity. മനുഷ്യരുടെ സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ദിവസമാണ്. ആ ദിവസത്തെ നമ്മൾ അതുപോലെ കാണുക മാത്രമല്ല, തുടർന്നുള്ളതായ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ളതായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായിട്ട് രൂപാന്തരപ്പെടുക എന്നുള്ള, പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് said 7 things from the cross. Father, forgive them, which shows there is forgiveness for you and me at cross. The second one, Jesus said, today you will be with me. That is, there is salvation, which means there is salvation for you and me on the cross. And then third thing he said, women, here is your son, which means there is love for you and me at the cross. Nalamadu fourth, he said, my God, why have you forsaken me? Which shows there is atonement for you. നമുക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തം അവിടെ താൻ ചെയ്തു എന്നുള്ളതാണ്. അഞ്ചാമത്, I thirst, എനിക്ക് ദാഹിക്കുന്നു. Jesus suffered for you at the cross. അതാണ് നാം അവിടെ ചിന്തിക്കേണ്ടുന്നത്, ധ്യാനിക്കേണ്ടുന്നത്. ആറാമത്തത്, കർത്താവ് തിരുവായി കഴിഞ്ഞു, it is finished, സകലതും നിവൃത്തിയായി. Jesus the conqueror over sin for you at the cross. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പാപത്തെ ഈ മരണത്തെയും തോൽപ്പിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഏഴാമത് പറഞ്ഞത്, Father, into your hands I commit my spirit, which means there is eternal security for you and me at the cross എന്നുള്ളതാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം, കർത്താവേ, തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നും കണ്ട് തെറ്റിൽ വീണ ഓരോ വ്യക്തിക്കും വേണ്ടി ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ ഹേതുവായി നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് കമന്നു വീണ് നമസ്കരിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ചിന്തകള് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ആ ഗോകുൽത്തായിലെ ക്രൂശിന്മേൽ ആയിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് എലവേറ്റ് ചെയ്യാം, ഉയർത്താം. ഇന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടും അതിവേദനയും വഹിച്ച നമ്മുടെ അരുമനാഥന്റെ സന്നിധിയിൽ
കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച്, തെറ്റുകളെ കുറിച്ച് നമുക്ക് ഓർക്കാം. അനുസരണക്കേടിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവജനത്തെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം തന്റെ പ്രിയപുത്രനെ തന്നെ നമുക്ക് വേണ്ടി നൽകിയെന്ന് തിരിച്ചറിയുന്നില്ലായോ? സ്വർഗീയ നീതിയുടെയും സ്വർഗീയ സ്നേഹത്തിന്റെയും സംഗമസ്ഥാനമാകുന്ന ആ ക്രൂശിലെ രക്ഷിതാവിനെ കാണുവാൻ സാധിക്കുന്നുവോ? ധ്യാനിക്കുന്ന ആത്മാവേ, നീ ദൈവത്തിന്റെ പ്രമാണമാകുന്ന കണ്ണാടിയിൽ കൂടി നിന്നെ തന്നെ നോക്കിക്കാണുക. പാപികളെ മാനസാന്തരത്തിൽ വിളിക്കുവാൻ സ്വർഗം ചായച്ച് താണിറങ്ങി വന്ന അരുമനാഥനായ യേശുവിന്റെ വിളി നീ കേൾക്കുന്നില്ലായോ? പാപത്താൽ കരുകട്ടിയായ നിന്നെ തങ്കക്കട്ടയാക്കുവാൻ രക്താംബരം പോലെ ചമന്ന നിന്റെ പാപങ്ങളെ ഹിമം പോലെ വെണ്മയാക്കുവാൻ അവൻ നിന്നെ വിളിക്കുന്നു. മനുഷ്യപുത്രനായ നിന്നെ ദൈവപുത്രനാക്കുവാൻ ഇതാ അവൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലായോ? നമ്മുടെ കർത്താവ് അനുഭവിച്ച അതിവേദനയെ കുറിച്ച് നിന്നോട് പറയുന്നു. ഭാരമേറി കുരിശുമായി പോകുന്ന അരുമനാഥൻ നിന്നെ വിളിക്കുന്നു, നീ കേൾക്കുന്നില്ലായോ? ചമ്മട്ടുകൊണ്ട് അടിയേറ്റ ഭാഗം നിന്നെ കാണിക്കുന്നു. തലയിൽ മുൾക്കിരീടം വച്ചതിനാൽ ചോര വാർന്നൊഴുകുന്ന ദയനീയമായ മുഖത്തോടെ നിന്നെ നോക്കുന്നു. ധ്യാനിക്കുന്ന ആത്മാവേ, നീ ഇത് കാണുന്നില്ലായോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ ഹേതുമായി അതാ നമ്മുടെ ആത്മനാഥൻ ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുന്നു. മൂന്നാണികളിൽ ക്രൂശിന്മേൽ ബന്ധിതനായോ കർത്താവേ, പീഡകൾ അനവധി ഏറ്റിടാൻ ഞാനും കാരണമായല്ലോ. നമുക്കൊന്ന് ചേർന്ന് പാടാം. മൂന്നാണികളിൽ കുരിശിന്മേൽ ബന്ധിതനായോ കർത്താവേ, പീഡകളനവധി ഏറ്റിടാൻ ഞാനും കാരണമായല്ലോ. ഒരു നിമിഷം ചിന്തിക്കുക. ദൈവത്തോട് മറുതലിപ്പ് കാണിക്കുന്നുണ്ടോ? അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? ദൈവസഹിതത്തിനെതിരായി നീ പ്രവർത്തിക്കുന്നുണ്ടോ? യേശുവിന്റെ രക്തം എത്ര വിലയേറിയതാണെന്ന് തിരിച്ചറിയുക. പിശാചിന്റെ അടിമത്തിൽ നിന്നെ വിടുവിക്കുന്നതായ രക്തം നിന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നതായ പാപമോചന രക്തവുമാകുന്നു. നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും കഴുകി ശുദ്ധീകരിക്കുന്ന രക്തമാകുന്നു. അതൊന്ന് തിരിച്ചറിയുക. നിന്നെ നിത്യവിലേക്ക് എഴുന്നേൽപ്പിക്കുന്ന ഉയർപ്പിന്റെ രക്തമാണെന്ന് തിരിച്ചറിയുക. ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുക. നിന്റെ മാനസാന്തരമാകുന്ന തുവാലയെടുത്ത് യേശുനാഥന്റെ കണ്ണുനീർ തുടച്ചു കളയുക. സത്യനിതാപത്തോട് ചുങ്കക്കാരന്റെയും പാപിനിയായ സ്ത്രീയുടെയും ദാവീദിനെയും ആ വലതുഭാഗത്തെ കണ്ണനെയും പോലെ അവന്റെ ഇതിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞ് സത്യനിതാപത്തോടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന, മനസ്സിനെ അറിയുന്ന,
ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ആ കുരുടനെ പോലെ നമുക്ക് ഏറ്റുപറയാം, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ആ കള്ളനെ പോലെ നമുക്ക് അപേക്ഷിക്കാം, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് നമുക്ക് ആ കള്ളനെ പോലെ അപേക്ഷിക്കാം. Oh Lord, I believe you died for my sins so that I can be forgiven. Now I am seeing what you have done for us. The pain, the suffering, the insults, the spit, the betrayal, and the denial by the loved ones. I'm really sorry for my sins, Lord. I want to live the rest of my life the way you want me to. Please put your spirit in my life and direct me to the right path. Come into my heart. Come into my heart and motivate me. Help me to follow and obey your commandments, as Isaac had obeyed you, as Isaac had obeyed his father and you. Amen.